സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡന പരാതിയിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ പുറത്ത്. വിധിപ്പകർപ്പിൽ പരാതിക്കാരനെതിരെ രൂക്ഷ വിമർശനമാണുള്ളത്. പരാതിക്കാരനായ യുവാവ് പറയുന്നത് നുണയാണെന്നും ഹൈക്കോടതി നിരീക്ഷണം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ, വിവരങ്ങൾ എന്താണ്? റീജിത്ത്, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള യുവാവിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് രഞ്ജിത്ത് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഈ കേസന്വേഷണത്തിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവിലെ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഈ പരാതി നൽകിയിട്ടുള്ള യുവാവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് പ്രധാനപ്പെട്ട കാര്യം, ഈ യുവാവിന്റെ പരാതി വിശ്വസനീയമല്ല. അതിൽ ചില കാര്യങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ ബംഗളൂരു വിമാനത്താവളത്തിന് സമീപമുള്ള താജ് ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ പോലീസ് യുവാവിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ ഹോട്ടൽ യുവാവ് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. പക്ഷേ 2012 ആണ് ഈ പീഡനം നടന്നു എന്ന് ഈ പരാതിയിൽ പറയുന്നത്. 2016 മാത്രമാണ് ഈ താജ് ഹോട്ടൽ ഈ ബംഗളൂരു വിമാനത്താവളത്തിന് സമീപം ആരംഭിച്ചത്, പ്രവർത്തനം തുടങ്ങിയത്. അത് തന്നെ ഈ പരാതി വിശ്വസനീയമല്ല എന്ന് തെളിയിക്കാൻ രീതിയിലുള്ള കാര്യമാണെന്ന് കോടതി സൂചിപ്പിക്കുന്നു. ആ രീതിയിൽ 12 വർഷത്തിന് ശേഷം ഇത്തരമൊരു പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഘട്ടത്തിൽ കൃത്യമായ വിശദീകരണം ഇതിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നും കൂടി കോടതി ഈ കാര്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതി വിശ്വസനീയമല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ഉത്തരവിൽ ഈ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി പോയത്. ഇനി എന്തായാലും കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ കൂടുതൽ വിശദമായ വാദം കേൾക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു.